നിങ്ങൾ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തൊടുപുഴയിലുണ്ട്. ഒരു ചെറിയ മീശപ്പുലിമല എന്നൊക്കെ പറയാം. അതാണ് കാറ്റാടിക്കടവ്. സമുദ്രനിരപ്പിൽ നിന്നും 2600 അടിയിലധികം ഉയരത്തിലാണ് ഈ മലകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സഞ്ചാരികളും കുറവാണ്. തൊടുപുഴയിലെ വണ്ണപ്പുറം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാറ്റാടിക്കടവ്. തൊടുപുഴ കട്ടപ്പന റൂട്ടിൽ കിള്ളിപ്പാറ എന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ നടന്നു വേണം ഇവിടേക്ക് എത്താൻ. ഈ കാണുന്ന കുത്തനെയുള്ള കയറ്റങ്ങളും ഉരുളൻ കല്ലുകളും എല്ലാം കയറി വേണം മുകളിലേക്ക് എത്താൻ. മുൻപ് ഈ വഴിയിലൂടെ പകുതി വരെ ജീപ്പ് കയറുമായിരുന്നു. പ്രളയത്തിന് ശേഷം ഇപ്പോൾ അതില്ല. ഇവിടെ 3 മലയാണുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മല കയറി വന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇല്ല കാണുന്ന 2ാമത്തെ മലയിലേക്ക് പോകണം. ആ മല കയറി തീരുമ്പം ഇവിടുത്തെ അടുത്ത വ്യൂ വരും. ഇപ്പോൾ നമ്മളിവിടെ നമുക്ക് നല്ല കോട ഉണ്ടായിരുന്നു. ആ കോട കയറി ഇറങ്ങാൻ നമ്മൾ എടുത്തിട്ടുണ്ട് ടൈം ലാസ്റ്റിൽ. 3 മലയായിട്ടാണ് കയറി വരുന്ന ഒരു മല, അത് കഴിഞ്ഞിട്ട് ഇതൊരു മല, അത് കഴിഞ്ഞിട്ട് അതൊരു മല. നല്ല കോട വന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണില്ല. മേഘത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ കയറി അങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. അവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടയൊക്കെ കയറി വന്ന് ഭയങ്കര സെറ്റപ്പായിട്ട് രീതി തോന്നി. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മഞ്ഞ് നല്ല രീതിയിൽ കോട നല്ല സെറ്റായിട്ടായിരിക്കും കിട്ടും. അടുത്തേക്കിന് ആളെ പോലും കാണാൻ പാടില്ലാത്ത രീതിയിൽ കിട്ടും നമുക്ക്. ഇപ്പം നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ ഫുൾ കോട വന്ന് അറിഞ്ഞിരിക്കുകയാണ്. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നോക്കി ഇവിടെ ഇപ്പം മല നമുക്ക് കാണാമായിരുന്നു ആദ്യത്തെ ഷോട്ടിൽ. നോക്കി ഇപ്പോൾ 2ാമത് വന്നപ്പോൾ ഫുൾ കോട കയറി നിറഞ്ഞിരിക്കുകയാണ്. പേര് പോലെ തന്നെ കാറ്റാണ് കാറ്റാടിക്കടവിലെ താരം. അപ്പോൾ നമ്മൾ കാറ്റാടിക്കടവിൽ 2ാമത്തെ മലയിലേക്ക് പോകണേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഫുൾ കോട കയറി നിറഞ്ഞിരിക്കുകയാണ്. ഒന്നും കാണാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെയുള്ള വ്യൂ എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി നോക്കാം. നമുക്ക് അവിടെ കുറച്ച് നടക്കാനുണ്ട്, പക്ഷേ ഇത്രയും ഇല്ല. 2ാമത്തെ മലയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്ക് നോക്കിയിട്ട് പോകാം. മരതകക്കല്ല് പോലെ പച്ചപ്പുതച്ച് കിടക്കുന്ന ആ മലയാണ് മരതകമല. വെളുപ്പാങ്കാലത്തും മഴയുള്ള വൈകുന്നേരങ്ങളിലും ഈ 2 മലകളിലും കോട വന്ന് നിറയും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകളെപ്പോലും നമുക്ക് കാണാൻ കഴിയില്ല. മരതകമലയിലേക്കുള്ള വഴി കുറച്ച് സാഹസം നിറഞ്ഞതാണ്. ഉയർന്നു നിൽക്കുന്ന തെരുവ് പുല്ലുകളും പാറക്കെട്ടുകളും താണ്ടി വേണം അവിടെ എത്താൻ. ഈ മലയിൽ നിന്ന് നോക്കുമ്പോഴാണ് കാറ്റാടിക്കടവിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നത്. ചെരിച്ചു വെട്ടിയെടുത്തൊരു പാറക്കഷ്ണം പോലെ ഒരു വ്യൂ പോയിന്റ്. പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ച അത് വേറെ ലെവലാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കണമുണ്ടല്ലോ, ഈ തൊടുപുഴ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ്. അതാണ് കാറ്റാടിക്കടവ്. ഇവിടെ അതായത് 3 മലകൾ കയറി 3 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നിൽക്കാവുന്ന ഒരു പോയിൻ്റാണിത്. ഇതിനപ്പുറത്തേക്ക് ഒരു മല കൂടെ ഉണ്ട്, പക്ഷേ അത് താഴെയാണ്. ഇതാണ് ഏറ്റവും ഉയരം കൂടിയ സ്പോട്ട്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും ഭൂതത്താൻകെട്ടും മീനുളിയം പാറയും എല്ലാം ഈ മലയുടെ മുകളിൽ നിന്നാണ് കാണാം. ആ കാണുന്ന വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതാണ് ഇടത്തനക്കുത്ത് വെള്ളച്ചാട്ടം. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയ സമയം മഴയ്ക്ക് ശേഷമുള്ള വൈകുന്നേരങ്ങളാണ്. പക്ഷേ മിന്നലുണ്ടെങ്കിൽ ഇവിടെ കയറുന്നത് അപകടവുമാണ്. തൊടുപുഴയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമേ കാറ്റാടിക്കടവിലേക്കുള്ളൂ. എറണാകുളത്ത് നിന്നും മൂവാറ്റുപുഴ വഴിയും കോട്ടയത്ത് നിന്നും കൂത്താട്ടുകുളം വഴിയും ഇവിടേക്കെത്താം.